പ്രിയമുള്ളവരെ, വണ്ടി മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നൊരു റിപ്പോർട്ട് നിങ്ങളെല്ലാം കണ്ടു കാണും. ഒരുപാട് ചെറുപ്പക്കാർ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ ഇപ്പോഴുള്ള അതേ നിയമം ഒന്നും കൂടെ പുതുക്കാമെന്നുള്ള രീതിയിൽ കൊടുത്തേക്കുകയാണ്. ഏകദേശം എല്ലാ വണ്ടികളിലും ഇപ്പോൾ ഉള്ള ഈ വന്നേക്കുന്ന സിസ്റ്റം എല്ലാ വണ്ടികളിലും ഇപ്പോൾ ഉള്ളതാണ്. അത് തന്നെ വീണ്ടും ഒന്നുകൂടെ കൊടുത്തേക്കുകയാണ്. പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത പറ്റിപ്പായി പോയി. അതായത് മേനോൻ സാർ ചിരിച്ച് വൈറലായ നിങ്ങളെല്ലാം കണ്ടു കാണും. അതേ കണക്ക് ചിരിച്ച് നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇത്രയും ചിരിച്ചുകൊണ്ട് കള്ളം പറയാൻ പറ്റുന്നൊരു മനുഷ്യൻ ഈ അടുത്ത സമയത്തെങ്ങും കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾ പറയും പിണറായി വിജയൻ ചിരിക്കാത്തവനാണ്, സഖാവാണെന്ന്. പക്ഷേ അപ്പാണ് ഇവരെ ക്യാമറയുടെ മുമ്പിൽ കാണുന്ന ഈ ഗോഷ്ടികളും ഈ അഭിനയവും ഉള്ളൂ. എങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണമെന്നും എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നും നമ്മളെ നരേന്ദ്രമോദിയെ പോലെ നല്ലതുപോലെ അറിയാവുന്നൊരു നേതാവാണ് വി ഡി സതീശൻ. മേനോൻ സാറിന് എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നും ഏത് രീതിയിൽ അത് അവതരിപ്പിക്കണമെന്നും കള്ളത്തരങ്ങൾ അത് കള്ളത്തരമല്ലാത്ത രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇദ്ദേഹത്തിനെ കൊണ്ടേ പറ്റൂ. അത് നിയമസഭയിലായിരുന്നാലും പുറത്തായിരുന്നാലും അതൊരു കഴിവ് തന്നെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരാവാൻ പറ്റൂ, പെട്ടെന്ന് ഉയർന്നു വരാൻ അതുകൊണ്ടേ പറ്റൂ. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടികൂടിയപ്പോഴും എന്തുകൊണ്ട് ഇദ്ദേഹം തന്നെ വന്നു എന്നുള്ളൊരു ഉദാഹരണം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് PR വർക്ക് ചെയ്ത് അത് നേടിയെടുക്കാനുള്ള കാണിച്ച കഴിവ് അദ്ദേഹത്തിനെ പറ്റൂ. ലീഗുകാർ അതിൽ പെട്ടുപോയതാണ്. ലീഗുകാർ അതിനൊരു കാലത്ത് ദുഃഖിക്കേണ്ടി വരും, ഉറപ്പാണത്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.